അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ പുതിയ തലത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നാം കഴിഞ്ഞ ദിവസം സ്വാഹാസ്വധാമതിർമേധാശ്രുതിസ്മൃതിരനുത്തമ എന്ന നാമം എന്ന ശ്ലോകം വരെയാണ് നോക്കിയത്. അതിനുശേഷമുള്ള ഭാഗങ്ങൾ നമുക്കിന്ന് പരിശോധിക്കാം. പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിത ബന്ധമോചിനി ബർബരാളക. ഈ ശ്ലോകം പുണ്യകീർത്തി വിസർഗമുണ്ട്. വിസർഗത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ നാം സംസാരിച്ചിരുന്നു. വിസർഗം വരുന്ന ആ പദത്തിൻ്റെ അവസാന അക്ഷരം ഏത് സ്വരത്തോടു കൂടിയിട്ടാണോ കഴിയുന്നത് അതേ സ്വരമായിരിക്കും വിസർഗം ഉച്ചരിക്കുമ്പോഴും ഉണ്ടാവുക. പുണ്യകീർത്തി പുണ്യകീർത്തി എന്ന ഈ എന്ന സ്വരത്തോടു കൂടി കഴിയുന്നതിനാൽ പുണ്യകീർത്തി എന്ന് ആ വിസർഗം ഉച്ചരിക്കുക. പുണ്യകീർത്തി ഹി എന്ന് ഉച്ചരിച്ചാലും ശരിയാണ്. ഇവിടെ ശ്ലോകമായിട്ട് ചെല്ലുമ്പോൾ പുണ്യകീർത്തി ഹി എന്ന് ഉച്ചരിക്കണം എന്നില്ല. പുണ്യകീർത്തി പുണ്യലഭ്യ എന്ന് ഉച്ചരിക്കാവും കുറച്ചുകൂടി എളുപ്പം. നാമം മാത്രമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പുണ്യകീർത്തി ഹി എന്ന് പറയണത്. ശ്ലോകമായി ചെല്ലുമ്പോൾ പുണ്യകീർത്തി പുണ്യലഭ്യ എന്ന് ചൊല്ലുക. പുണ്യലഭ്യ അടുത്ത നാമം. പുണ്യശ്രവണ കീർത്തന പുണ്യശ്രവണ കീർത്തന കൂടി ചേർന്ന് പുണ്യശ്രവണ കീർത്തന. പിന്നെ പുലോമജാർച്ചിത പുലോമജ അർച്ചിത പുലോമജ അർച്ചിത ബന്ധമോചിനി 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 ബർബരാളക. ഇതിന് ബന്ധുരാളക എന്നും ഒരു പാഠഭേദം ഉണ്ട്. രണ്ടും പല പുസ്തകങ്ങളിലും വ്യത്യാസത്തോടുകൂടി കാണുന്നുണ്ട്. അതേത് ആണോ നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് വെച്ചാൽ അത് ചൊല്ലിക്കോളൂ. ബർബരാളക എന്നുള്ള ശബ്ദത്തിന് ചുരുണ്ട കൂടിയവൾ എന്ന അർത്ഥം. അപ്പോൾ ബന്ധുരാളക എന്നാവുമ്പോഴോ ബന്ധുരം എന്ന് വെച്ചാൽ നല്ല മനോഹരമായത് സുന്ദരമായത് എന്നർത്ഥം. അപ്പോൾ സുന്ദരമായ മനോഹരമായ അളകങ്ങളുള്ളവൾ എന്നാവും ബന്ധുരാളക എന്നാവുമ്പോൾ അർത്ഥം. വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ട് പാഠവും കാണുന്നുണ്ട്. ബർബരാളക എന്നോ ബന്ധുരാളക എന്നോ ചൊല്ലുക. വിമരിശരൂപിണി അടുത്ത നാമം. വിമർശരൂപിണി എന്ന് ചൊല്ലിയാലും മതി. വിമരിശരൂപിണി വിദ്യ പിന്നത്തെ നാമം. അടുത്ത നാമം വിയത് ആദി ജഗത് പ്രസൂഹ്. വിയത്ത് ആദി ജഗത് പ്രസൂഹ് അവിടെ വിസർഗമുണ്ട്. അപ്പോൾ വിയദാദി ജഗത് പ്രസൂഹ് വിയത് ആദി വിയത്ത് തുടങ്ങിയ വിയദാദി ജഗത് പ്രസൂഹ്. സർവവ്യാധി പ്രശമനി സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി. ഇതൊക്കെ ദീർഘാണ്. സർവമൃത്യുനിവാരിണി കൂടി ചേർന്ന് സർവമൃത്യുനിവാരിണി. പിന്നെ അഗ്രഗണ്യ
അനന്തരം അചിന്യരൂപ. ഇത് രണ്ട് നാമങ്ങളും കൂടിച്ചേർന്ന് ശ്ലോകമാകുമ്പോൾ അഗ്രഗണ്യാചിന്യരൂപ എന്നാകും. അഗ്രഗണ്യാചിന്യരൂപ കലികൽമഷനാശിനി. കലികൽമഷനാശിനി, കലികൽമഷനാശിനി കൂടിച്ചേർന്ന് കലികൽമഷനാശിനി, കലികൽമഷനാശിനി എന്ന ഒറ്റനാമമായിട്ടത് പരിണമിക്കും. കാത്യായനി പിന്നത്തെ നാമം. അത് കഴിഞ്ഞ് കാലഹന്ത്രി. കാലഹന്ത്രി കമലാക്ഷ നിഷേവിത. കമലാക്ഷ നിഷേവിത. താംബൂലപൂരിതമുഖി. താംബൂലപൂരിതമുഖി. ദാഡിമീ കുസുമപ്രഭ. ദാഡിമീ കുസുമപ്രഭ. മൃഗാക്ഷി അടുത്ത നാമം. മൃഗാക്ഷി. മോഹിനി അടുത്ത നാമം. മുഖ്യ പിന്നത്തെ നാമം. മൃഡാനി. മൃഡാനി. മൃഡാനി മിത്രരൂപിണി. മിത്രരൂപിണി. നിത്യതൃപ്ത. നിത്യതൃപ്ത. പിന്നെ ഭക്തനിധി വിസർഗമുണ്ട്. അപ്പോൾ അവിടെ ചൊല്ലുമ്പോൾ എങ്ങനെ ചൊല്ലും? അടുത്ത നാമം നിയന്ത്രി എന്നാണ്. അപ്പോൾ മൂന്നും കൂടി നിത്യതൃപ്ത ഭക്തനിധിർനിയന്ത്രി നിഖിലേശ്വരി എന്ന് വരും. നിത്യതൃപ്ത ഭക്തനിധിർനിയന്ത്രി നിഖിലേശ്വരി. പിന്നീട് നിഖിലേശ്വരി എന്ന നാമം നേരത്തെ തന്നെ ചൊല്ലി. അപ്പോൾ മൈത്ര്യാദി വാസനാലഭ്യ. മൈത്ര്യാദി വാസനാലഭ്യ. മൈത്ര്യാദി വാസനാലഭ്യ. അടുത്ത നാമം മഹാപ്രളയ സാക്ഷിണി. മഹാപ്രളയ സാക്ഷിണി എന്നുവെച്ച് മഹാപ്രളയ സാക്ഷിണി. പിന്നീട് പരാശക്തി ദേവിയുടെ ഒരു നാമമാണ്. പരാശക്തി എല്ലാവരും എടുത്തുപയോഗിക്കാറുണ്ട്. പരാശക്തി. പിന്നീട് പരാനിഷ്ഠ. പരാനിഷ്ഠ ഒരു നാമം. അടുത്ത നാമം പ്രജ്ഞാനഘനരൂപിണി. അപ്പം അത് ഒന്നിച്ച് ചെല്ലുമ്പോൾ പരാശക്തി, പരാനിഷ്ഠ, പ്രജ്ഞാനഘനരൂപിണി എന്നാവും. പിന്നെ അടുത്ത ശ്ലോകഭാഗത്തിൽ മാധവീപാനാലസ മത്ത മാതൃകാവർണ്ണരൂപിണി എന്ന 3 നാമങ്ങൾ. മാധവീപാന ആലസ മത്ത എന്നൊന്ന്. അടുത്ത നാമമായിട്ട് മാതൃകാവർണ്ണരൂപിണി. അപ്പോൾ മാധവീപാനാലസ മത്ത മാതൃകാവർണ്ണരൂപിണി എന്ന് മനസ്സിലാക്കുക. പിന്നെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ.